പുതിയ ഹെയർ കട്ടൊക്കെ ചെയ്യുമ്പോ വെറുതെ ഇങ്ങനെ ആക്കും. അങ്ങനെയാണ് കേട്ടാ. വേദുവിന്റെ ഫുഡ് പ്രിയ എന്താ പ്രിയ ഭയങ്കര കലിപ്പിലാണ്. പ്രിയയുടെ ലഗേജ്, അത് പ്രിയയുടെ തന്നെ, ഞങ്ങൾ 5 ബാഗായിട്ട് വന്ന പ്രിയയുടെ ബാഗേജ് മിസ്സിംഗ് ആണ്. അതിന്റെ റിപ്പോർട്ട് ഇവിടെ സൈൻ ചെയ്തോണ്ടിരിക്കുക. എന്താന്ന് നോക്കട്ടെ. ആരെങ്കിലും പരിചയം ഉണ്ടോ നോക്ക്. പെട്ട് നോക്കുന്ന ആരെങ്കിലും. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ട്രിപ്പ് തുടങ്ങുകയാണ്, മിക്സ്ഡ് വിത്ത് അവർ ബിസിനസ് ട്രിപ്പ്. അപ്പോൾ ഈ ട്രിപ്പിൽ ഒരുപാട് സന്തോഷങ്ങൾ കാണും. കാരണം ഈ വ്ളോഗിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഇവർക്ക് ആർക്കും അറിയില്ല. അതല്ലാതെ നമ്മുടെ തായ്ലൻഡിലേക്കാണ് പോകുന്നത്. സോ സിംഗപ്പൂർ എയർലൈൻസ് വഴി ഞങ്ങൾക്ക് നല്ല റേറ്റിന് കിട്ടി, അറൗണ്ട് 25,000 കിട്ടി സിംഗപ്പൂർ എയർലൈൻസ്. അപ്പോൾ കുറച്ച് നേരം സിംഗപ്പൂരിൽ അങ്ങനെ 3 മണിക്കൂർ സിംഗപ്പൂർ എയർപോർട്ടിലൊക്കെ റിലാക്സ് ചെയ്ത് കറക്റ്റ് ഉച്ചയാകുമ്പോൾ ബാങ്കോക്ക് എത്തും. സോ ഇന്ന് നമ്മുടെ ഒരു യാത്രയായിരിക്കും, പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. അങ്ങനെ പുതിയ ഹെയർ ഇനി ഇത് കണ്ടോണ്ടിരിക്കണം. മറ്റേത് കണ്ടാൽ മതിയായിരുന്നു, ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കണം. പെൺകുട്ടികളും പുതിയ ഹെയർ കട്ടൊക്കെ ചെയ്യുമ്പോ വെറുതെ ഇങ്ങനെ ആക്കും. അങ്ങനെയാണ് കേട്ടാ. വേദുവിന്റെ ഫുഡ് പ്രിയ എന്താ മനസ്സിലായോ? അങ്ങനെയൊക്കെ. പക്ഷെ പ്രിയയുടെ ഇത് ഇപ്പം ഈ ട്രീറ്റ്മെന്റും ഹെയർ കട്ടും കഴിഞ്ഞോണ്ട് എങ്ങനെ ഇരിക്കുന്നു? ഒരു 3 days കഴിയുമ്പോ അത് കറക്റ്റ് സ്റ്റൈലിലേക്ക് സെറ്റ് ആവും. ഇപ്പൊ കുറച്ച് ഒട്ടിയിരിക്കും എന്ന് പറഞ്ഞില്ലേ ശ്വേത? അത് വാഷ് ചെയ്ത് കഴിയുമ്പോ അത് ക്രീം ഉള്ളതുകൊണ്ടിട്ടാ. ഓക്കെ, അത് വാഷ് ചെയ്ത് കഴിയുമ്പോ സെറ്റ് ആവും. അപ്പൊ നമുക്ക് നല്ല ഫുഡ് കഴിക്കാം. ലോഞ്ചിൽ കയറാൻ പറ്റുമെന്ന് അറിയില്ല. സിംഗപ്പൂർ എയർലൈൻസിൽ എൻജോയ് ചെയ്ത് സിനിമയൊക്കെ കണ്ട് സിംഗപ്പൂർ ഇറങ്ങി 3 മണിക്കൂർ എൻജോയ് ചെയ്ത് നേരെ ബാങ്കോക്കിൽ മിസ് ചെയ്യില്ല. അതെ, സിംഗപ്പൂർ അല്ല ബാങ്കോക്ക് പോകും. അങ്ങനെ വേദു ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ട്രാവൽ ചെയ്യാൻ. പെട്ടിയൊക്കെ കാറി കൊണ്ടുവെക്കാൻ വേദു അതിന്റെ എക്സൈറ്റ്മെന്റ്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ വ്ളോഗിൽ വല്ല ട്വിസ്റ്റ് ഉണ്ടോ? ഞാൻ ചോദിക്കോ ട്വിസ്റ്റ് ഉണ്ടോന്ന്. ഇതിലെ ട്വിസ്റ്റ് ആണ് പ്രിയയുടെ ഹെയർ കട്ട്. പക്ഷെ അതൊരു വ്ളോഗ് നേരത്തെ വന്നുപോയി. അതെ, ഇതല്ലേ ട്വിസ്റ്റ്, ഇതല്ലേ ട്വിസ്റ്റ്. അതൊന്നുമല്ല. സാധാരണ കൊച്ചിൻ എയർപോർട്ടിലെ ഫുഡ് അടിപൊളിയാണ്. ഇത്തവണ ടേസ്റ്റ് ചെയ്ത്, പക്ഷെ വെറൈറ്റി കുറഞ്ഞു പോയി അല്ലേ? സാധാരണ കോണ്ടിനെന്റൽ ഐറ്റവും കുറച്ച് സാലഡ്സ് സാൻഡ്വിച്ചസ് ഒക്കെ കാണും. ഇത്തവണ ഒന്നുമില്ല. മേ ബി ഇത്രയും ലേറ്റ് ആയതുകൊണ്ടായിരിക്കും. എന്നാലും നമ്മൾ ഇപ്പോൾ ഈ ടൈമിലല്ലേ വരുന്നത്? അല്ല, കുറച്ചും കൂടെ നേരത്തെ. ഇത് 1:30 സാധാരണ ഇപ്പൊ 11:30 പോകുന്നത്. എനിക്കൊരു 9. ഇത് ലേറ്റ് നൈറ്റ് ഡിന്നർ ആയില്ല, അതാ. അപ്പൊ ഇതാണ് സംഭവം. ഇത് ചിക്കൻ മപ്പാസ്, ഒരു ഫിഷ് കറി, കുറച്ച് അച്ചിങ്ങ ഗീ റൈസ്, പിന്നെ ഇത് കണ്ട ഇവിടെ വരുന്ന എല്ലാവർക്കും ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട്. 1 crore പാസഞ്ചേഴ്സ് ഇൻ എ ഇയർ ഇവിടെ വന്നിരിക്കുവാണ്. സോ വരുന്ന എല്ലാവർക്കും ഒരു കിറ്റ് കാറ്റ് ഫ്രീ. നമ്മള് തന്നെ അതിൽ എത്ര തവണ പോയി കാണും അല്ലേ? കേസരി കൊള്ളാവോ? അപ്പൊ 2 എനിക്ക് എടുത്തോണ്ടോ? 5 ഞാൻ എടുത്തു. എനിക്ക് 2 എടുത്തോണ്ട് വരാം. അതാണ് പ്രശ്നം. ഇനി ഫ്ലൈറ്റിൽ കയറി മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റേ കാണുള്ളൂ, അതുകൊണ്ട് കറക്റ്റ് ആയിരിക്കും. ഉറങ്ങുക സുഖമായിട്ട്, ഉറങ്ങ്. വേദു ഒന്നും കാണാൻ പോകുന്നില്ല, വേദു ഫ്ലൈറ്റിൽ കയറി ഉറങ്ങുക. ശരിക്കും ഉണ്ടല്ലോ, ഇത്രയും അധികം ഇങ്ങനെ ഈ ഒരു സ്ലീപ്പിംഗ് പോഡ്സും ഇത്രയും ക്ലീൻ ആയിട്ട് നല്ല ലക്ഷറി കാർപ്പറ്റും ഈ ഒരു ആംബിയൻസിൽ വേറെ ഇന്ത്യയിൽ ഞാൻ ഒരു എയർപോർട്ടിലും കണ്ടിട്ടില്ല. ഒരു ലോഞ്ചിൽ ഇത്രയും സൗകര്യം, എത്ര സ്ലീപ്പിംഗ് റൂമാണെന്ന് നോക്ക്. അതുപോലെ തന്നെ റീഡ് ചെയ്യണമെങ്കിൽ കാല് പൊക്കി വെച്ച് റീഡ് ചെയ്യാനുള്ള സൗകര്യം. അതല്ലാതെ കുറച്ച് ലൈറ്റ് വേണ്ടവർക്ക് അങ്ങോട്ടുള്ളത്, അതല്ലാതെ വേറെ സ്ലീപ്പിംഗ് റൂം കണ്ടോ. ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു, ലോഞ്ച് ഫുൾ. പക്ഷേ ഇവിടെ ആരും വരുന്നില്ല. സംഭവം നമുക്കെന്തായാലും ഏകദേശം 1 മണിക്കൂറുണ്ട് റിലാക്സ് ചെയ്യാനായിട്ട്. ഇത് നോക്കിക്കേ ഇവിടുത്തെ സിറ്റുവേഷൻ. എല്ലാവരും ഇരുന്ന് ചില്ലി. പ്രിയ, ഏതു ആൻഡ് ദില്ലു. അമ്മേനെ വിളിക്കും. എന്താ? അതെ, എന്താന്നറിയോ, മെനു അത്ര ഇല്ലാതിരുന്നേ. ബ്രേക്ക്ഫാസ്റ്റിലേക്ക് മാറുമായിരുന്നു. ഇവിടെ 12:30 തൊട്ട് ബ്രേക്ക്ഫാസ്റ്റാണ്. അന്ന് കഴിക്കുക. വടയൊക്കെ ഉണ്ട്, നല്ല ഫ്രഷ് വട, ദോശ. കഴിക്കലും അത്ര നടക്കും. കൊള്ളം കണ്ട ക്രോസോൺസ്, കപ്പ് കേക്ക്സ്, ഡാനിഷ്, പിന്നെ ഇത് ഉപ്പുമാവ്, പഴം പുഴുങ്ങിയത്, ഇടിയപ്പം. കേട്ടത് സാമ്പാറുണ്ട്, ഇഡ്ഡലി ഉണ്ട്, പാൻ കേക്ക്സ് ഉണ്ട്,
ഹാഷ് ബ്രൗൺസ് ഉണ്ട്, ഈവൻ സോസേജസ് വരെ ഉണ്ട് കണ്ടോ. ചിക്കൻ സോസേജ് ഓംലെറ്റ്. ഓ ഇത് സംഭവമായി പോയി, പക്ഷെ കഴിക്കുന്നില്ല. ഞങ്ങളെ വിളിക്കുന്നത്. ഓ ഇത് ഞങ്ങളുടെ ഗേറ്റ് 5 ആണ്, ഏറ്റവും അവസാനമാണ്. നന്നായി കുറച്ച് നേരത്തെ ഇറങ്ങിയത്. ടൈമുണ്ട്, എന്തായാലും കറക്റ്റ് ടൈമാണ്. ഞാൻ ഈ പെട്ടി ഉള്ളത് ഭയങ്കര സൗകര്യം കേട്ടോ. ഇത്തവണ ഞാൻ പ്രാം എടുത്തില്ല, കാരണം വേറൊരു സംഭവം ഞാൻ ബാങ്കോക്കിൽ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് വെയിറ്റ്? അമ്മ ഫ്രണ്ടില് ആളെ നോക്ക്, എക്സൈറ്റ്മെന്റ് ഉണ്ട്. തന്നെ പോകുന്നു, കയ്യിൽ പാസ്പോർട്ടും ബോർഡിംഗ് പാസ് ഒക്കെ പിടിച്ചുകൊണ്ട് തന്നെ പോകുന്നത് കണ്ട. ഞാൻ തന്നെ പോയിക്കോളാം. ഭയങ്കര ഇൻട്രസ്റ്റ് അല്ല എനിക്കൊന്ന്. പാവം ഭയങ്കരമായിട്ട് മിസ് ചെയ്തു ട്രാവല്. എന്നാലും നമുക്ക് നല്ല കാര്യമല്ലേ ഇത്രയും ട്രാവൽ ഇഷ്ടമുള്ളത്. സമയവും കുഴപ്പമില്ല, ഫുഡും കുഴപ്പമില്ല. ദൈവം സഹായിച്ച് അവനെല്ലാത്തിലും ഹാപ്പിയാണ്. ട്രാവൽ ചെയ്താൽ മതി നമ്മളെ പോലെ തന്നെ. ആ അതുകൊണ്ട് ആദ്യമായിട്ടാണ് ഒരു ഫ്ലൈറ്റിൽ ഇങ്ങനെയാണ് ക്രിസ്മസ് ഡെക്കറേഷൻസ്. ആ കൊള്ളാം അല്ലേ, ക്രിസ്മസ് ഡെക്കറേഷൻസ് ഫ്ലൈറ്റിൽ. ദാറ്റ്സ് സോ അമേസിങ്. ഇത് ചെറിയ ഫ്ലൈറ്റ് ആണ്, പക്ഷെ ഇവര് ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കുറേ മാർബിൾ ഗിഫ്റ്റ്, സ്കെച്ച് പെൻസ്, ബുക്ക്, പെന്ന്. കുട്ടികൾ എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ടുള്ള ഫ്ലൈറ്റ് സിംഗപ്പൂർ എയർലൈൻസ് ആണ്. എന്തൊക്കെ സൗകര്യങ്ങളാണ് നോക്കുക. കുട്ടികൾ വരുമ്പോൾ തന്നെ ഹാപ്പി. ഈ കുറച്ച് ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും കണ്ട വേദുവിനെ പോലെ ഹാപ്പി അല്ലേ മോൻ? നോക്കട്ടെ ഫേസ്. അതല്ല കിഡ്സ് മീല്. ഇക്കോണമിയിൽ ഇങ്ങനെയാണെങ്കിൽ ബിസിനസ് എന്തായിരിക്കും? ഇതെന്താ ഇത്? ക്രാംബെറി അല്ല, പ്രോപ്പർ ക്രാംബെറീസ്. അതല്ലാതെ ഒരു ഡെസേർട്ട്, ഫ്രൂട്ട്സ്, കിറ്റ്കാറ്റ്. ഇതൊരു ഡിഷ്, ഒരു നഗറ്റ്സ് പോലത്തെ എന്തെങ്കിലും ആയിരിക്കും. വെള്ളം. കൊള്ളാല്ലേ? ഞാനായിരിക്കും പകുതി കഴിക്കുന്നത്. ഇതിന്റെ പൊട്ടി എനിക്കൊന്ന് ഏതോ സഷിമി പോലത്തെ ഒരു സാധനമാണ്. ഡെസേർട്ട് സം യോഗർട്ട് ആൻഡ് കേക്ക്. മെയിൻ കോഴ്സ് ഉണ്ട് ഫിഷും കുറച്ച് ഗ്രീൻ പീസും അങ്ങനത്തെ ഒക്കെ സംഭവം. അത് വെള്ളവും ബണ്ണും സംഭവങ്ങളൊക്കെ ഉണ്ട്. സംഭവമാണ് കേട്ടോ ഇവിടുത്തെ മീൽസ്. ഇവരുടെ ഫുഡ് ഇക്കോണമി തന്നെ ഫുഡ് കഴിക്കാൻ തന്നെ നമുക്ക് ഫ്ലൈറ്റിൽ കയറാം. അത്ര എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയ സംഭവം. അതിനോട് നല്ല ഏതെങ്കിലും സിനിമയും. നല്ല ഉറക്കമായിരുന്നു, നല്ല കുലുക്കം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നന്നായി ഒന്ന് ഉറങ്ങി. ഇത് നല്ല വ്യൂ ആണ്, ഞാൻ അത് കാണിച്ചു തരാം. സിംഗപ്പൂർ എത്തി ഓൾമോസ്റ്റ്. കണ്ട നല്ല കിടില വ്യൂ ആണ്, നല്ല ക്ലിയർ സ്കൈ. ഒരു ഹാപ്പി ഫീലിംഗ്. ഇങ്ങനെ രാവിലെ ക്ലൗഡ്സിന്റെ മുകളിലൊക്കെ പറക്കുന്ന കണ്ട് എഴുന്നേക്കുന്നതേ അടിപൊളി ഫീലിംഗ് ആണ് അല്ലേ? ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു സിംഗപ്പൂർ എയർപോർട്ടിൽ എത്തുമ്പോൾ തന്നെ ഒരു സുഖമാണ്. ശരിക്കും തായ്ലൻഡിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോവായിരുന്നു എയർ ഏഷ്യ വഴി. പക്ഷേ സിംഗപ്പൂർ എയർലൈൻസിൽ കുറച്ചും കൂടെ എയർ ഏഷ്യ വിത്ത് ലഗേജും കാട്ടി ഫെയർ കുറഞ്ഞ് കണ്ടു എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ സിംഗപ്പൂർ എയർലൈൻസ് എടുത്തത്. എപ്പോഴെങ്കിലും നമുക്ക് സിംഗപ്പൂർ എയർപോർട്ട് വിസിറ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയാൽ പ്ലീസ് ഡു കം ത്രൂ സിംഗപ്പൂർ. ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്, ഒരു രാജ്യത്ത് പോകുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് സിംഗപ്പൂർ എയർപോർട്ടിൽ കറങ്ങി അടിച്ച് നടക്കാൻ പറ്റുന്നത്. കുറച്ച് കൂടുതലധികം ട്രാൻസിറ്റ് ടൈം ആണെങ്കിൽ നമുക്ക് എയർപോർട്ട് ശരിക്കും കാണാം. കാരണം ഫ്രീ തിയേറ്റേഴ്സ്, ബട്ടർഫ്ലൈ പാർക്ക്, ഗാർഡൻസ്, കുറേ സംഭവങ്ങളുണ്ട്. നല്ല ഫുഡ് ഓപ്ഷൻസ് ഉണ്ട്, 7-Eleven ഉണ്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്, നല്ല ലോഞ്ച് ഉണ്ട്. അതിൻ്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്നറിയോ? ഫുൾ കാർപ്പറ്റാണ്. ഇതുവരെ ഞാൻ ഒരു എയർപോർട്ട് കണ്ടിട്ടില്ല. എവ്രിവെയർ മൊത്തം കാർപ്പറ്റഡ് ആണ്. ഒന്ന് ആലോചിച്ചൊക്കെ എന്ത് പാടായിരിക്കും ഇത് മെയിൻറ്റെയിൻ ചെയ്യുക. അതുകൊണ്ട് ഇവർ കൂടെ നടക്കാനൊക്കെ ഭയങ്കര സുഖമാണ്. ലൈക്ക് സോഫ്റ്റ് ഒരു പില്ലോ കൂടെ നടക്കുന്ന ഫീലാണ്. ആൻഡ് ഗുഡ് മോർണിംഗ് വേദു. ഗുഡ് മോർണിംഗ്. ഉറങ്ങിയേ, എഴുന്നേറ്റുള്ളൂ. 3 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ. ബാ നമുക്ക് പോയിട്ട് കുറച്ച് നേരം എവിടെയെങ്കിലും ചാച്ചണോ അതോ കളിക്കാൻ പോണോ? രാവിലെ പ്രിയയുടെ ഈ സന്തോഷം എന്താണെന്നറിയോ? ആ ബാത്റൂമിൽ പോയിട്ട് ആ ബാത്റൂമിന്റെ ക്ലീൻനെസ്സും മണവും കിട്ടിയിട്ട്. ജീവിതത്തിൽ ഇത്രയും നല്ലൊരു ബാത്റൂം ഞാൻ കണ്ടിട്ടില്ല. അത്രയൊന്നും പറയണ്ട. ബാത്റൂം ഒക്കെ ജപ്പാൻ. ഞാൻ ഇവിടെ മനസ്സുകൊണ്ട് വിചാരിച്ച ഉടനെ എടുക്കുന്നു ജപ്പാൻ. ഇത് ഭയങ്കര രസമില്ലേ? ഒരു ഗാർഡൻ പോലെ ചെയ്ത് വെച്ചിരിക്കും അവര്. ഇതിന്റെ അകത്ത് കുറെ ബേർഡ്സിന്റെ ഇൻസെക്ട്സിന്റെ ഒക്കെ സൗണ്ട് ഉണ്ട്. നമ്മൾ വെറുതെ ഇതിന്റെ അകത്തൂടെ പോയി കഴിഞ്ഞാൽ അത് കേട്ടിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ആ നല്ല രസമുണ്ട്. ഒരാളോ? നോക്കട്ടെ അപ്പൊ എന്താന്ന്. വാവ്, ഫിഷൊക്കെ ആണല്ലോ. ഇത് എയർപോർട്ടാണോ വല്ല മോളും വല്ലോ ആണോ? വാവ്, തപ്പടയില് കോയിൻ ഇല്ലടാ. ഫിഷ് എന്താ അടിപൊളിയല്ലേ? സാബക്സും മറ്റേ ഷോപ്സും അടിയിൽ ഇതുപോലത്തെ കോയ് പോൺസും സൂപ്പർ. അപ്പൊ ഇനി ഇവിടെ കൊണ്ടുപോവാം പ്ലേ ഏരിയയില്. ഓടുന്നേ, എങ്ങോട്ടാ ഓടുന്നേ? ഓ കോയിൻ ആര്? അമ്മ വന്നോ? ആ ഇട്ടോ. പ്രേ ചെയ്തിട്ട് ഇട്ടോ. പ്രേ ചെയ്തിട്ട് വേദുനെ അമ്പുട്ടി കാത്തോളനേന്ന് പറഞ്ഞിട്ട് ഇട്ടോ.
ദേ പോയി. ഓ ഭാഗ്യ പോയില്ല. ചുമ്മാതാ ഇട്ടാടാ. ആ ഓക്കെ, ഇനി ഗുഡ് ലക്ക് വരും. വാ, ഇനി ഗുഡ് ലക്ക് വേദുന്. ആ നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡും കഴിക്കാം. വേദുന് നേരെ പ്ലേ ഏരിയ ഉണ്ട്, സൈഡിൽ പ്ലെയിൻ ഒക്കെ കണ്ടോണ്ടിരിക്കാം. ഇവിടെ ഒരു നല്ല കോഫി ഷോപ്പും ഉണ്ട്. ലോഞ്ചിൽ പോലും ലോഞ്ചിൽ പോയാൽ പൊട്ടേ ഇവിടെ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. ആ ഇവിടെ ഒരു ഫാമിലി സോൺ പോലെയാണ്. ലൈക്ക് കുട്ടികളെ ഫീഡ് ചെയ്യണമെങ്കിൽ, ഡൈപ്പർ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് രസം, എന്തൊരു ഫെസിലിറ്റീസാണ് നോക്ക്. ഇത് കുട്ടികളെ ഇരുന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. സൂപ്പർ സെറ്റപ്പാണ്. ആൻഡ് ഞാൻ വിചാരിച്ചു സിംഗപ്പൂർ എയർപോർട്ടിൻ്റെ അകത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഫുഡൊക്കെ എക്സ്പെൻസീവ് ആയിരിക്കും. 7-11 മാത്രം അല്ല എന്നുള്ളൂ. ഇതൊരു കിഡിലൻ ക്രീം ചീസ് ആൻഡ് ബ്ലൂബെറി ആണ്. ഇറ്റ്സ് അബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. അല്ല, ഞാൻ ഒരു ബൈറ്റ് എടുത്തു. ഇറ്റ്സ് ടു ഗുഡ്. ഇറ്റ്സ് സോഫ്റ്റ്, ഇറ്റ്സ് ഫ്ലഫി, ഫ്രഷ്ലി ബേക്ഡ് ക്രീം ചീസും ബ്ലൂബെറീസും ആണ്. ആൻഡ് വൺ കോൾഡ് കോഫി ബിഗ്. ഇത് രണ്ടും കൂടെ 400 രൂപ. ഇറ്റ്സ് ഓക്കെ. അതിനൊരു 150 rupees, 120 എങ്ങാണ്ട്. കണ്ടാത്തൊന്നും ചെറുതാണ്, പക്ഷെ ഇൻസൈഡ് എയർപോർട്ട് ഇന്റർനാഷണൽ ക്വാളിറ്റി, നല്ല പോർഷനും ഉണ്ട്. നാട്ടിലൊരു സ്റ്റാർബക്സിൽ വരുന്നില്ലേ 400 രൂപ. ഇവിടെ ഇത്രയും സാധനങ്ങൾക്കല്ലേ 400 രൂപ. അത് എയർപോർട്ടിൻ്റെ അകത്ത്. നാട്ടിൽ ഒരു എയർപോർട്ടിൽ എത്ര, അല്ല എയർപോർട്ടിൽ ഇഡ്ഡലിയുടെ റേറ്റ് എത്ര നമ്മൾ കണ്ടിട്ടില്ലേ? 400 രൂപ, 350 രൂപ കണ്ട. ഇവിടെ ഇതിനെക്കാട്ടി ചീപ്പ്, 100 രൂപയേ ഉള്ളൂ. ഇതിനെക്കാട്ടി വില കുറഞ്ഞ സാധനങ്ങളുണ്ട്. അഫോർഡബിളാ സിംഗപ്പൂർ എയർപോർട്ട്. നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് ബാങ്കോക്ക്. 12 days in Bangkok. 12. ഓ 14. അതെ, ഇത് കണ്ട ഹാർഡ് റോക്ക് വരെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഹാർഡ് റോക്ക് കഫേ ഉണ്ട്. ഹാർഡ് റോക്ക് കഫേയുടെ മെർച്ചൻഡൈസിംഗ് ഉണ്ട്, ടീഷർട്സ് എല്ലാം ഉണ്ട്. എന്താ അതുകൊണ്ടൊന്നല്ല. അതാണ് വേദുവിന്റെ റീസൺ. ഞാൻ കുറെ നടക്കാനുണ്ട്, ഏകദേശം 11 മിനിറ്റ് നടക്കാനുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്ത് ഭംഗി, ഇങ്ങനത്തെ നല്ല സ്ഥലങ്ങൾ കണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തൊക്കെ പോകും. ഇത് നോക്ക്, ഒരു പോണ്ടിന്റെ മുകളിൽ കൂടെ നടക്കുന്ന സംഭവം. എപ്പോൾ സിംഗപ്പൂർ എയർപോർട്ടിൽ വന്നാലും എന്തെങ്കിലുമൊക്കെ പുതിയത് കാണും ചെയ്യാനായിട്ട്. നൈസ് കൊള്ളാല്ലേ. മുകളിലൊരു ആർട്ടിഫിഷ്യൽ സ്കൈ, പിന്നെ കുറെ ഗ്രീനറി, ബേർഡ്സിന്റെ ഒക്കെ സൗണ്ട്. ഫുൾ എയർപോർട്ട്, ഫുഡ് കോർട്ട് ഒഴികെ കാർപ്പറ്റഡ്. അതാണ് മെയിൻ തിങ്. നടക്കാനൊരു സുഖമേ. സിംഗപ്പൂർ എയർപോർട്ട് ഫ്ലൈറ്റും പോകുന്നു. എവിടെ? അതേ മുകളിൽ കൂടെ ഫ്ലൈറ്റും പോകുന്നു. അടിപൊളി. ഇനി ആ ഫ്ലൈറ്റ് പോയി, നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പൊ പോകും. ബാ മതി, കണ്ടോണ്ടിരിക്കുക. അടുത്ത പൈസ 1 ലക്ഷം രൂപ കൊടുത്ത് അടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം. ഇനി ഉറങ്ങി ഫ്രഷായി ഇനി സുഖമായിട്ട് ഒരു സിനിമ കണ്ട് ഫുഡും കഴിച്ചു കഴിയുമ്പോ ബാങ്കോക്ക് എത്തും. ഏതാത്? പൊന്നിൻ സെൽവനോ? അത് വലിയ പടവാ, തീരില്ല ചിലപ്പോ. ഞങ്ങളിത് ബാങ്കോക്ക് എത്തി. പക്ഷെ ആദ്യമായിട്ട് ഞങ്ങളുടെ ലൈഫിൽ ഫ്ലൈറ്റ് റൺവേയുടെ നടുക്ക് വെച്ച് പെട്ടെന്നൊരു എമർജൻസി ബ്രേക്ക് ഇട്ട്. ലൈക്ക് ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വരുന്നത്. ഞങ്ങൾ എന്തോ ഫ്ലൈറ്റ് ഇടിച്ചു എന്ന്, പക്ഷേ എന്തോ വെതർ വാർണിംഗ് ആയിരുന്നു. സോ ഒന്നും കൂടെ ടേക്ക് ഓഫ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് റൺവേയിൽ ഹോൾഡ് ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഫ്ലൈറ്റിലൊന്നും പിന്നെ എടുത്തില്ല. ഫുൾ ടെൻഷനിലായിരുന്നു. ആദ്യമായിട്ട് ലൈക്ക് എന്തോ ഇടിച്ചതുപോലെ ഒരു ഫീലിംഗ് ആയിരുന്നു. പ്രിയാണ് ഏറ്റവും പേടിച്ചത്. ഫ്ലൈറ്റിന് പേടിയില്ല എന്ന് പറഞ്ഞ ആള് പേടിച്ചില്ലേ? നന്നായി പേടിച്ചില്ലേ? ബെസ്റ്റ്. വേദന ഒരു പേടിയില്ലായിരുന്നു. അപ്പൊ ഞാൻ ബാങ്കോക്ക് എത്തി. ഞാൻ ബിസിയൊന്നും ഇല്ല, നമുക്ക് വെറുതെ ഇറങ്ങിപ്പോവാം. അപ്പൊ ഇനി ലഗേജ് എടുത്തിട്ട് നമുക്ക് കാണാം. അങ്ങനെ തായ്ലൻഡ് എത്തിയിട്ടുണ്ട്, ബാങ്കോക്ക് എത്തി. സാധാരണ നമ്മൾ 3.5 മണിക്കൂറല്ലേ, ഇത്തവണ എത്രയാ? ഏകദേശം ഒരു 10-12 മണിക്കൂർ ഉണ്ടായിരുന്നു. പക്ഷെ ഇറ്റ് വാസ് എ ഫൺ ജേർണി. ആൻഡ് ഏത് എയർപോർട്ടിലെത്തിയാലും സെയിം റൂൾസ് ആണ്. ഇവിടെ ആണെങ്കിലും ഫുക്കറ്റ് ആണെങ്കിലും ക്രാബി ആണെങ്കിലും എവിടെ ഇറങ്ങിയാലും വിസ ഒന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫിംഗർ പ്രിന്റ് കൊടുത്ത് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് ഇറങ്ങി വരാം. നമുക്ക് വേറെ ഒരു എക്സ്ട്രാ ഡോക്യുമെന്റ്സ് ആവശ്യമില്ല. ശരിക്കും ബാംഗ്ലൂർ പോകുന്ന പോലെ ഒള്ളി തിങ് ആധാറിന് പകരം പാസ്പോർട്ട് ക്യാരി ചെയ്യുക. ഗൈസ്, ഇവിടെ ഇതിപ്പോൾ സ്വർണ്ണഭൂമി എയർപോർട്ടാണ്. ഇവിടെ ശരിക്കും ഇങ്ങനെ വിസ ഓൺ അറൈവൽ കൗണ്ടറും ഈ വിസ ഓൺ അറൈവലൊക്കെ കാണും. പക്ഷെ നമുക്ക് ഇപ്പം പണ്ടാണെങ്കിൽ അങ്ങോട്ട് പോകണം. പക്ഷെ ഇപ്പം നേരെ നമുക്ക് അറൈവൽസിന് അങ്ങോട്ട് പോകാം, വിസയൊന്നും വേണ്ടല്ലോ. ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ ഇമിഗ്രേഷൻ ഒന്നുമില്ല. ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ട് കാണിക്കുക, നമ്മുടെ ഹോട്ടൽ ബുക്കിങ്ങും റിട്ടേൺ ടിക്കറ്റും ഒന്നും കാണിക്കേണ്ട. ജസ്റ്റ് ചോദിക്കുക എത്ര ദിവസം ഉണ്ടെന്ന്. എനിക്കൊന്ന് 28 days ആണ് നമുക്കിവിടെ വിസ ഇല്ലാതെ നിൽക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് പേര് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ലഗേജ് എടുക്കണം. ഞാൻ പറഞ്ഞ ഒരു കോംപ്ലിക്കേഷൻ ഇല്ല കേട്ടോ. എനിക്ക് വെറുതെ കയറി വരാം ബാങ്കോക്കിലേക്ക്. നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിൽ ട്രാവൽ ചെയ്യുന്ന പോലെ തന്നെ. ഉള്ളിൽ തിങ് ക്യാരി എ പാസ്പോർട്ട്
പക്ഷെ തിരക്ക് നമ്മുടെ മെയിൻ മറ്റേ എയർ ഏഷ്യയുടെ എയർപോർട്ടിനെ മാറ്റി തിരക്കാണ് ഇവിടെ അല്ലേ? എന്തോ റഷാ. ആ പക്ഷെ ഭയങ്കര ക്രൗഡ്. എനിക്കൊന്ന് ഈ ടൈം ആയതുകൊണ്ട്, നമ്മൾ ഈ ടൈമിൽ ഇതുവരെ വന്നിട്ടില്ലല്ലോ. പ്രിയ ഭയങ്കര കലിപ്പിലാണ്. പ്രിയയുടെ ലഗേജ്, അത് പ്രിയയുടെ തന്നെ, ഞങ്ങൾ 5 ബാഗായിട്ട് വന്നത്. പ്രിയയുടെ ബാഗേജ് മിസ്സിംഗ് ആണ്. അതിന്റെ റിപ്പോർട്ട് ഇവിടെ സൈൻ ചെയ്തുകൊണ്ടിരിക്കുക. എന്താന്ന് നോക്കട്ടെ. ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഒരു മിസ്സിംഗ് ബാഗേജ്. ഇൻഷുറൻസും ഇല്ല. കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം വിധം മാറും. നോക്കിക്കാം. 1 2 3 4 പ്രിയയുടെ പെട്ടി. പ്രിയയുടെ ഫേവറേറ്റ് എയർലൈൻസ്. ഞാനല്ല ഉത്തരവാദി, എന്നെ നോക്കണ്ട. പ്രിയയുടെ ഫേവറേറ്റ് എയർലൈൻസ് എവിടെയോ മിസ്പ്ലേസ് ആയി. എവിടെയാണെന്ന് അറിയില്ല. സിംഗപ്പൂരിലായിരിക്കുള്ളൂ. കാരണം സിംഗപ്പൂരിലല്ല ഞാൻ. ഓസ്ട്രേലിയയിലൊന്നും അല്ല. സേഫ് ആയിരിക്കും. അവർ പറഞ്ഞു നാളത്തേക്ക് എന്തായാലും എത്തിക്കാം, നോക്കാമെന്നാണ് പറഞ്ഞത്. റൂമിൽ ഹോട്ടലിൽ എത്തിക്കും എന്ന് പറഞ്ഞു. അപ്പൊ സിംഗപ്പൂർ എയർലൈൻസ് ഇപ്പോഴും ഫേവറേറ്റ് ആണോ? ആണോ? അല്ല ഞാൻ സത്യം പറയട്ടെ, ഐ എക്സ്പെക്ടഡ് എ വൈൽഡ് റിയാക്ഷൻ. പെട്ടിപ്പോയേന്ന്. സിംഗപ്പൂർ എയർലൈൻസ് ആയതുകൊണ്ട്. അപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടെ അവര് പറഞ്ഞു. ദിസ് ഇസ് ഫോർ പ്രിയങ്ക മോഹൻ. 11,500 rupees കോമ്പൻസേഷൻ. അപ്പൊ ഇന്ന് വേണമെങ്കിൽ ഷോപ്പ് ചെയ്യും ചെയ്യാം, നാളെ പെട്ടിയും കിട്ടും. ഇത് നമുക്ക് ഇൻഷുറൻസും ഇല്ല, അതുകൊണ്ട് ശരിക്കും കിട്ടില്ല. വേറെ ആൾക്കാർ അവിടെ തമ്മിൽ തല്ലുന്നുണ്ട്, അവർക്കൊന്നും കിട്ടിയിട്ടില്ല. വേറെ ഫ്ലൈറ്റിലൊക്കെ വന്നവർക്ക്, എയർ ഏഷ്യ അല്ല, വേറെ ഏതോ ഫ്ലൈറ്റില്. സിംഗപ്പൂർ എയർലൈൻസിനോടെ വെറുതെ ചോദിച്ചു കോമ്പൻസേഷൻ വല്ലതും തരാമോ, ഞങ്ങളുടെ ഡ്രസ്സൊക്കെ എന്താത്താന്ന് പറഞ്ഞപ്പോ സെക്കൻഡ് ചോദ്യം ഇല്ല. അപ്പൊ ഇനി ഡ്രസ് വാങ്ങാൻ കാശ് അതിനകത്ത് 11,000 rupees ഡ്രസ് ഒന്നും ഇല്ല തന്നെ. കൂടുതലായി പോയല്ലോ. വേണമെങ്കിൽ ഞാൻ എടുത്തോളാം. 2 ഷൂസ് വാങ്ങാനുണ്ട്. പ്രിയ എന്നെ മറ്റേ ഷൂസ് വാങ്ങാൻ സമ്മതിച്ചില്ല. പെട്ടി മാറ്റിയിട്ട് ആ കാശ് കൊണ്ട് ഇനി ഷൂസ് വാങ്ങണോ? ഡ്രസ് ഇല്ല ഇടാൻ. ഓ അപ്പൊ പോവാ. ഇനി ഹാപ്പി ആയാ? പെട്ടി പോയിട്ട് ഹാപ്പി ആയിരിക്കുന്ന മുഖം നോക്ക്. ഒരു കാര്യം രാവിലെ വരുന്നതിലാണ് ഏറ്റവും ബെസ്റ്റ്. രാവിലെ നമ്മൾ 5 മണിക്ക് സാധാരണ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് ഒരു 5:30 ആകുമ്പോൾ ഇറങ്ങിയ 6:30 ആകുമ്പോൾ നമ്മൾ റൂമിലെത്തും. ഇന്ന് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് വൈകുന്നേരം ഒരു 4:45 ഇറങ്ങി. ഏകദേശം 7 മണി അല്ലെങ്കിൽ 6:45 നമ്മൾ എത്തുള്ളൂ. ട്രാഫിക് ഇസ് ഹൊറിബിൾ, എസ്പെഷ്യലി ഇൻ ദിസ് ടൈം. സോ രാവിലെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് തിങ് നമുക്ക് പെട്ടെന്ന് റൂമിലേക്ക് എത്താം. പക്ഷെ റൂം കിട്ടില്ല എന്നേ ഉള്ളൂ. റൂം നമുക്ക് 2 മണിയാവാതെ കിട്ടില്ല. 2.25 മണിക്കൂർ. എന്താണ് ഇന്നത്തെ ഫുൾ ഡേ പോയി. ഒന്നും ചെയ്യാൻ പറ്റില്ല. കുളിക്കുക, കയറി കിടന്ന് ഉറങ്ങുക, നാളെ രാവിലെ പണിക്കിറങ്ങുക. ഒരു ബബിൾ ടീ മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചിട്ട് കിടക്കാം. അതൊന്നും വേണ്ട. അയ്യടാ, അതിന് കുറവില്ല. അതാ പോയി ആ റൂം ടൂർ കാണിക്കുന്നത്. ഇത് നമ്മുടെ ഹോട്ടലാണ്, ഇന്ദിര റീഗന്റ്. ഞാൻ ആക്ച്വലി ഞങ്ങൾ കഴിഞ്ഞ തവണ താമസിച്ച ബയോക്കി സ്കൈ ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. അത് ഓട്ടോമാറ്റിക്കായി ക്യാൻസൽ ചെയ്ത് പോയി. ഇതിനിപ്പോൾ ആക്ച്വലി ഭയങ്കര നെഗറ്റീവ് റിവ്യൂസ് ആണ്. ഇവിടെയൊക്കെ പണ്ട് സ്റ്റാർബക്സ് ആയിരുന്നു, പണ്ട് നല്ലതായിരുന്നു. കോവിഡിൻ്റെ ടൈമിലെല്ലാം പൂട്ടിപ്പോയതാണ്. ഇവിടെ ഒരു സ്റ്റാർബക്സ് ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഫുഡ് എന്തോ കിട്ടുമെന്ന് പറയുന്നു. ഇവിടെ ഒരു വാട്സൺസ് എന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ ഷോപ്പും അങ്ങനത്തെ ഒരു കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഫാർമസി പോലത്തെ ഒരു ഷോപ്പുണ്ട്. എനിക്കൊന്ന് 4th ഫ്ലോറിലോ 3rd ഫ്ലോറിലും കണ്ടാണ് ലോബി വരുന്നത് കേട്ടോ. ഇത് ശരിക്കും ഒരു ഇന്ത്യൻ ഹോട്ടലിൽ കയറി പോകുന്ന ഒരു ഫീലിംഗ് ആണ്. ആരുമില്ല പണ്ട്. ഇതിപ്പോ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് മാത്രമുണ്ട്. പിന്നെ ഇതൊന്നും ആരുമില്ല. ഇത് നോ 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 ഷോ. അത് ഈ കണക്കിന് റൂം എങ്ങനെയായിരിക്കും ഇനി? അതും 8 ദിവസമുണ്ട്. ബിസിനസ് കോൾസ് ഒക്കെ ചെയ്യുന്ന ടൈമില് ഞാനും ഇതും കുളിച്ച് ഞങ്ങളുടെ പെട്ടി വരെ അടുക്കി അവിടെ റൂമിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് എനിക്ക് ഇതുവരെ ഒന്ന് കോള് ബിസിനസ് ആയ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴും മനസ്സിലായത്. അംബാനിയാണോ? ആയി പോവോ അംബാനി? റൂം കുഴപ്പമില്ല കേട്ടാ. ഇത്രയും പഴയാണെങ്കിലും ഇത് കണ്ട ലോബി ഒക്കെ ഭയങ്കര ക്ലീൻ ആണ്. അങ്ങനെ ഇല്ല തോന്നി. ഗ്രീൻ കാണിക്കുന്ന കാലിയാ. അന്ന് നമ്മൾ താമസിച്ച ബാങ്കോക്ക് ഏഷ്യ ഹോട്ടൽ ഉണ്ടെന്നല്ലേ പറഞ്ഞു. ഞാനും ഇതും കുളിച്ച് റെഡി ആയിരിക്കുവാണ്. എന്തായാലും ഞാൻ വിചാരിച്ചതിനെ കാട്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ് റൂം. കാണിച്ചു തരാം. ഇപ്പൊ റൂം ടൂർ ആയിട്ടൊന്നുമില്ല, ഞാൻ തന്നെ കാണിച്ചു തരാം. കണ്ട ഇവിടെ പ്രീക്ക് ഡ്രസ് ചെയ്യാൻ ആസ് യൂഷ്വൽ സംഭവം ഉണ്ട്. എനിക്ക് റൂം ഓർമ്മയില്ല. നമ്മൾ അന്ന് പണ്ട് വന്ന് താമസിച്ചിട്ടുണ്ട്. ഓർമ്മയില്ല.
പിന്നെ ഞാനും വേദു ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് ഷൂസ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ച് വേദു നിർബന്ധിച്ചതാ. അതുപോലെ തന്നെ ഇത് വേദുവിന്റെ എന്റെ അടുത്ത 3-4 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു. ഇത് ബാത്റൂം ആണ്. ബാത്റൂം ഇതില്ല കേട്ടോ, ബ്രഷും ബേസും ഒന്നും ഇല്ല. നമ്മള് കൊണ്ടുവന്നില്ലല്ലോ. ഞാൻ വാങ്ങാം. പക്ഷെ ടവൽസും പിന്നെ ഇതൊക്കെ ഉണ്ട്, എമ്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്, മറ്റേ സോപ്പും ഒക്കെ. അല്ല ഇല്ല, മറ്റേ ബോഡി വാഷ് ഒക്കെ ഉണ്ട്. പിന്നെ വലിയ റൂമാണ്, അത്യാവശ്യം വലിയ റൂമാണ്. ലഗേജ് റാക്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് നല്ല വ്യൂ ആണ്. ബെഡ് വലിയ ബെഡാ, സുഖമായിട്ട് കിടക്കാം. അത് നല്ല സംഭവമായി പോയി. പിന്നെ അത് തന്നെ ഇവിടെ ടേബിൾ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, എല്ലാ അമ്യൂണിറ്റീസും ഉണ്ട്. ഈ ഒരു ഏരിയയില് ആക്ച്വലി ഇതും ആ ബയോക്കെ മാത്രമേ ഉള്ളൂ ഓപ്ഷൻസ് ആയിട്ട്. ബയോക്കെ കുറച്ച് പഴയതല്ലേ, ഇതും പഴയതാണ്, പക്ഷെ കുറച്ചും കൂടെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ട് അല്ലെങ്കിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇന്ന് ടയേർഡാണ്, ഒരു ഫുൾ ഡേ വേസ്റ്റ് ആയി പോയല്ലോ. അപ്പൊ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ വന്നിട്ട് തായ് റെസ്റ്റോറന്റ് കണ്ടുപിടിക്കുന്ന എന്ത് പാടാന്നറിയോ. ലാസ്റ്റ് ഇവിടെ അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറന്റിൽ തന്നെ കയറി. ആൻഡ് പ്രിയ ഇവിടുത്തെ ഒരു ഫാനാണ്. ഇവിടെ ഒരു മദ്രാസ് ദർബാർ എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്, നല്ല ഇന്ത്യൻ ഫുഡാണ് കിട്ടുന്നതെന്ന്. അപ്പൊ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ പറഞ്ഞു. വേദുവിന് ഒരു ചീസ് ദോശയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ ഫുഡ് അല്ല, സോറി, തായ് ഫുഡ് ഈ ഒരു ഏരിയ ഓഫ് ബാങ്കോക്കിൽ കിട്ടാൻ പാടുന്ന ആലോചിച്ച് നോക്ക്. നമ്മുടെ കേരളത്തിൽ അത്രമാത്രം ഇന്ത്യൻസ്, നമ്മളൊന്ന് കേരളത്തിൽ വന്ന് കേരള ഫുഡ് കിട്ടാൻ പാടുപെടുന്ന സിറ്റുവേഷൻ ആലോചിച്ച് നോക്ക്. അതാണ് ഇവിടെ. ഇപ്പൊ തായ്ലാൻഡിൽ വന്ന് തായ് ഫുഡ് ഈ ഒരു ഏരിയ കിട്ടാൻ പാടാ. കംപ്ലീറ്റ് ഒരു 10-20 ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഉള്ളത്. ഗൈസ്, ഞാൻ ഇന്നലെ വ്ളോഗ് അവസാനിപ്പിച്ചില്ലല്ലോ, അതിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ട്വിസ്റ്റ് ഇപ്പൊ കാണിച്ചു തരാം. ആരും ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സംഭവമായിരിക്കും. ഒരു ഭയങ്കര ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ വേദു? വാ, പെട്ടി അതിനെക്കാട്ടി വലിയ ട്വിസ്റ്റ് കാണിക്കാം. ഇങ്ങോട്ട് വാ, നമുക്ക് പെട്ടി വേണമെന്ന് പറഞ്ഞില്ലേ ഞാൻ. ആ പെട്ടി നോക്കുന്ന ആരെങ്കിലും പരിചയം ഉണ്ടോ നോക്ക്. പെട്ടി നോക്കുന്ന ആരെങ്കിലും ട്വിസ്റ്റ് എങ്ങനെയുണ്ട്? കഥയൊക്കെ പിന്നെ പറയാം. അത് കരയുന്നതിനാ. പ്രതീക്ഷിച്ചാ? പാസ്പോർട്ട് എടുത്തോ? പാസ്പോർട്ട് എടുത്തോ? ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അല്ലേ? അതാണ് സർപ്രൈസ് ട്വിസ്റ്റ്. എന്റെ ബാഗിലുണ്ട്. അപ്പൊ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്ന ട്വിസ്റ്റ്? ആരും എക്സ്പെക്ട് ചെയ്യാത്ത, പ്രഡിക്ട് ചെയ്യാത്ത സംഭവമായിരിക്കും. ഞങ്ങൾ ഫുൾ പ്ലാൻഡ് ആയിരുന്നു. ഇവരുടെ ഫസ്റ്റ് എബ്രോഡ് ട്രിപ്പ് ആണ്. അതിനെ കുറിച്ചൊക്കെ ഞാൻ പയ്യെ പറയാം. ഇതൊരു സർപ്രൈസ് എൻഡ് ചെയ്യട്ടെ. സോ ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ഇവരും കാണും നമ്മുടെ കൂടെ അടിച്ചു പൊളിക്കാനായിട്ട്. സോ ഗൈസ്, എൻജോയ് ടുഡേയ്സ് വ്ളോഗ്. നാളെ വേറൊരു അടിപൊളി വ്ളോഗായിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.